ഇന്ന് ഭരതനാട്യം എന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നുണ്ടല്ലേ. അതിൻ്റെ വേഷം അല്ലെങ്കിൽ കോസ്റ്റ്യൂം, ജ്വല്ലറി, ഇതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പലയിടത്തും കാണുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇതൊക്കെ കണ്ടുപിടിച്ചത് ആരാ? ഭരതനാട്യത്തിൻ്റെ വേഷം അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കണ്ടുപിടിച്ചിട്ടുള്ള ആരാ? ആരുടെ കണ്ടുപിടുത്താണത്? അങ്ങനെ ഒരാളുണ്ടോ? സത്യത്തിൽ അങ്ങനെ ഒരാളില്ല. കാരണം നമുക്കറിയാം, ഭരതനാട്യം എന്നുള്ളത് മുൻപ് ക്ഷേത്രങ്ങളിൽ ദേവദാസികൾ അവതരിപ്പിച്ചു വന്നിട്ടുള്ള ഒരു നൃത്തരൂപമാണെന്നുള്ളത്. അന്നൊരു ട്രഡീഷണൽ സാരിയെ ഒരു പ്രത്യേക രീതിയിൽ ഉടുത്തിട്ടായിരുന്നു അന്ന് അവരത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഭരതനാട്യത്തിന് തന്നെ ഒരു വലിയ മാറ്റം സംഭവിച്ചു. അതോടുകൂടി ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂമിലും ആ മാറ്റം വന്നു. അതൊരു സ്റ്റിച്ച്ഡ് ഫോർമാറ്റിലേക്ക് മാറി, കുറച്ചുകൂടെ ഒരു സ്റ്റേജ് ഫ്രണ്ട്ലി ആയിട്ട് മാറി. ആ ഒരു മാറ്റത്തിന് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് രുക്മിണി ദേവി അരുണ്ടയിലാണ്, അവരുടെ സ്ഥാപനമായിട്ടുള്ള കലാക്ഷേത്ര ഫൗണ്ടേഷനിലൂടെ. പിന്നെ ജ്വല്ലറി, അത് ക്ഷേത്ര സംസ്കാരത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ടെമ്പിൾ ജ്വല്ലറിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ ജ്വല്ലറി ഇതൊന്നും ആരുടെയും കണ്ടുപിടുത്തമല്ല, അതൊരു സംസ്കാരത്തിൻ്റെ പരിണാമമാണ്, അങ്ങനെ പറയാം നമുക്ക്.